ഹാപ്പി ഡിന്നർ ടൈം. ഇന്ന് ഡിന്നറിന് എന്താ, ഇടിയപ്പവും നല്ല ചൂട് ബീഫ് കറി. എന്ത് ടേസ്റ്റ്, ഓർമ്മ തന്നെ കൊതിയാവുന്നില്ലേ. അപ്പം ഞാൻ അതിനായിട്ട് സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി സവാള ഉണ്ടായിരുന്നു, പക്ഷെ അരിഞ്ഞിട്ട് എന്നെ കണ്ണിരിക്കുന്നില്ല. എന്ത് മിറാക്കിളാണ്. സവാള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, ഇറച്ചി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കല്ല് മാറാൻ മാറ്റി വെച്ചില്ല. പിന്നെ വേഗം പോയി അതെടുത്ത് വെച്ചിട്ടാണ് ബാക്കി സവാള അരിഞ്ഞത്. സവാള വഴന്നു വരുമ്പോഴത്തേക്ക് ഇനി ഇറച്ചി സെറ്റ് ആവുമെന്ന് അറിയാനും വയ്യ. എന്തായാലും ഞാൻ വെള്ളം കൂടെ മാറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് അടച്ചങ്ങോട്ട് മാറ്റി വെച്ചു. അതേസമയം അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയുള്ള വെള്ളവും ഉപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടിയപ്പ പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. എപ്പോഴും ഞാൻ വലിയ പാത്രത്തിലാട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നല്ലപോലെ ഇളക്കാം, എല്ലായിടവും വെള്ളം ചെല്ലുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. ചെറിയ പാത്രത്തിലാണ് ഭയങ്കര പാട് സംഭവം ഇളക്കി കിട്ടാൻ. അടിയിലോട്ട് പിന്നെ വെള്ളം പോകത്തില്ല, മാവ് അങ്ങനെ കിടക്കും. പിന്നെ ഈ വിഷമമൊന്നും ഈ പരിപാടിയിൽ കാണത്തില്ല ഇങ്ങനെ ചെയ്താലും. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വഴന്നു വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊടിയൊക്കെ എല്ലാവരും ഫ്ലോയിൽ ഇങ്ങനെ ഇട്ട് വന്നപ്പോഴാണ് മുളക് പൊടി തീർന്നത്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മുളക് പൊടി എടുത്തിട്ട് അതിൽ നിന്നാണ് ഇട്ട് കൊടുത്തത്. ഞാൻ എല്ലാ പൊടികളും എപ്പോഴും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ, ഇന്ന് ചീത്തയായി പോകുന്നുള്ളത്. എന്നിട്ട് ഞാൻ പച്ചമണം മാറാനായിട്ട് തീ ഓഫ് ചെയ്തിട്ട് ആ കുക്കറൊന്ന് അടച്ചു വെച്ചേക്കും. ഇതേ സമയം ഞാൻ ദാണ്ട് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. പാൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇറച്ചിയിലോട്ട് വരാം. അപ്പോൾ ദാണ്ട് മിക്സ് എല്ലാം നല്ല വഴന്നു വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫും കൂടെ നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് ഉണങ്ങിയ കരിവേപ്പിലയുള്ള അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അടച്ചു വെച്ചു. എന്നിട്ടൊരു ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 2 വിസിൽ ചെറുതും പിന്നെ വലിയ, അപ്പോഴത്തേക്കും വെള്ളം അതിനകത്തുള്ള വെള്ളവും ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. എന്നിട്ട് ഞാനൊരു 3 വലിയ വിസിലും കൂടെ കേൾപ്പിച്ചിട്ട് എങ്ങനെ സംഭവം വെന്തോന്നൊന്ന് നോക്കാം, ഇല്ലെങ്കിൽ ചെറിയ തീയിൽ 2 വിസിലും കൂടെ കേൾപ്പിക്കുക. ഇതാണ് എൻ്റെ സ്ഥിരം കണക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഷുവർ അത് വെന്തിരിക്കും. അപ്പോഴത്തേക്കും കണ്ട ഞാൻ ഇഡലി കുട്ടകത്തിലോട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇടിയപ്പം പുഴുങ്ങാനുള്ള തട്ടൊക്കെ കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് 4 തട്ടുണ്ട് കേട്ടോ, 4 കൂടെ 24 കുഴിയാണുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഒന്നിടവിട്ടുള്ള തട്ടാണ് എടുക്കുക. അപ്പം വലിയ ഇടിയപ്പം ഉണ്ടാക്കുകയും ചെയ്യും. മറ്റേ 24 ഇടിയപ്പം കൂടെ പീച്ചതിന് ശേഷം വെക്കാൻ നിൽക്കും. ആദ്യത്തെ 2 സെറ്റിലേക്ക് 12 ഇടിയപ്പത്തിനുള്ള പീച്ച് വെക്കുമ്പോഴത്തേക്കും അതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും അടുത്ത 12 ഞാൻ വേവുന്ന ടൈം കൊണ്ട് അടുത്ത 12 നിറയ്ക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഈ ഒരു സംഭവം കണ്ടില്ലേ, സൂപ്പർ ആട്ടോ. എല്ലാവരും ഈ പാത്രക്കടയിലൊക്കെ കിട്ടും, എല്ലാവരും ഒന്ന് മേടിക്കണം കേട്ടോ. ഓൺലൈനിൽ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ പാത്രക്കടയിലൊക്കെ കിട്ടും. ഇത് നമ്മൾ ആക്കിയതാണ്ടെങ്കിൽ കൈയുടെ ഈ ഒരു ഭാഗത്തുള്ള വേദന മാറി കിട്ടും. ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഈ ഒരു സാധനം കിട്ടിയതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കുന്ന എനിക്കൊരു ടാസ്കേ അല്ലാതെ മാറിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സെറ്റ് വെന്തപ്പോഴത്തേക്ക് ഞാൻ അടുത്ത സെറ്റ് താണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പൂ പോലത്തെ സോഫ്റ്റ് ഇടിയപ്പവും നല്ല ചൂട് ബീഫ് കറിയും വെന്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിൽ ഒരു ലോഡ് പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിവിയതിന് ശേഷം സ്ലാബിൽ ലോഷൻ ഇട്ട് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ അംഗം അവസാനിച്ചിരിക്കുന്നു.